ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിനമന്നയിൽ വേദപുസ്തകത്തിലെ കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വലിയ പ്രവാചകന്മാരിൽ ഒരുവനായ ഇരമ്യാവിനെ എഴുതപ്പെട്ട വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവചനം, രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിൽ പകരുക, വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. യെരുശലേമിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി, തകർന്നു കിടക്കുന്ന അവസ്ഥകളെ നോക്കി മനമുരുകി ദൈവസന്നിൽ പ്രാർത്ഥിക്കുന്ന പ്രവാചകന് ഏറെ നാളുകളായി യെരുശലേം നിരോധിക്കപ്പെട്ടിരിക്കുമ്പോൾ ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാതെ നിലവിളിക്കുന്ന അവസ്ഥ, ഇത് കണ്ട് മനമുരുകിത്താൻ എഴുതിയ പുസ്തകം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന പ്രകാരം തൂലിക ചലിക്കപ്പെട്ട പുസ്തകം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് നമ്മോടും കർത്താവ് അരുളി ചെയ്യുന്നത്, എഴുന്നേറ്റ് നിലവിളിക്കുക, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുക. യെരുശലേമിൽ പട്ടിണിയുടെ വിഷയത്തിൽ നിലവിളിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മോട് അരുളി ചെയ്യുന്ന ദൈവശബ്ദം, തലമുറകളെ ശത്രു അപഹരിക്കാതിരിപ്പാൻ, ആലയത്തിൽ വിളങ്ങേണ്ട പാത്രങ്ങളെ തട്ടിയെടുക്കുന്ന ഇരുട്ടിൻ്റെ വാദവ്യാപാരങ്ങളെ ജയിപ്പാൻ, തലമുറകൾ നേർവഴിയിൽ നടത്തപ്പെടാൻ, ദൈവാനുരൂപികളായി ജീവിപ്പാൻ, തലമുറകളെ ഓർത്ത് പ്രിയ മാതാവേ പിതാവേ നിലവിളിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുകയാണ്. ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ നാണം കെടുത്തുന്നവയാണ്. കൊച്ചു കേരളത്തിൽ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നതിന് തികച്ചും കോഴിയെ കൊല്ലുന്നതിനേക്കാൾ ലാഘവത്തോടെ വളരെ മൃഗീയമായി കൊലകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യൗവനക്കാർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും, മദ്യമൊക്കെ മാറി ഇന്ന് മയക്കുമരുന്നിൻ്റെ കടുത്ത പിടിയിലാകപ്പെട്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മാതാവേ പിതാവേ, തലമുറകളെ നേർവഴിയിൽ കൊണ്ടുവരുവാൻ മറ്റൊന്നിനും കഴിയത്തില്ല. പക്ഷേ ദൈവ തിരുസന്നിൽ ഒഴുക്കുന്ന കണ്ണുനീരിന് കഴിയുമെന്ന് തിരുവചനം നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്, ഓർപ്പിക്കുകയാണ്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിലൂടെ തലമുറകൾ യഥേഷ്ടം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ നേർവഴിയിലേക്ക് നടത്തുവാൻ കരയുന്ന മാതാവും പിതാവുമായി മാറുമെങ്കിൽ, കരയുന്ന ദൈവസ്ഥനിൽ കരയുന്ന മാതാവേ പിതാവേ, നിന്റെ തലമുറകൾ വഴിതെറ്റിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ടാകുമെങ്കിൽ, യേശു കർത്താവിനെ നോക്കി കരഞ്ഞ യെരുശലേം പുത്രിമാരെ നോക്കി കർത്താവ് പറയുക, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയുക. അത് നമുക്ക് നൽകുന്ന ഒരു വാണിംഗ് ആണ്. നമ്മുടെ തലമുറകളെ ഓർത്ത് കരയുന്നവരായി മാറുക. അവരെ ലോകത്തിൻ്റെ ഹിതപ്രകാരം പോകാതെ ദൈവഹിതത്തിന് ചുവടുവെക്കുന്നവരായി മാറുവാൻ, വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവരെ കരം പിടിക്കേണ്ടതിന് ദൈവസ്ഥൻ നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ നിലവിളിക്കുന്ന നിന്റെ തലമുറകളെ ദൈവം നേർവഴിയിലൂടെ നടത്തി ദൈവാനുരൂപികളാക്കി നിശ്ചയമായി വഴി നടത്തും. തലമുറകൾ പത്യോപദേശത്തിൽ വളർത്തുവാൻ, ദേശം വിടുവയ്ക്കപ്പെടുവാൻ, തലമുറകൾ അനുഗ്രഹമായി മാറുവാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.